വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുമ്പോൾ നിങ്ങൾക്കൊപ്പം എന്നും KK ടൈൽസ് ആൻഡ് മാർബിൾസ് വർക്ക്. നമുക്കെല്ലാവർക്കും ആഗ്രഹമുള്ളതുപോലെ നമ്മൾ സാധാരണ ഓപ്പൺ ടെറസിൽ ഇതുപോലത്തെ ഒരു ഗാർഡൻ ഏരിയ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ടൈൽ ലേയിങ് എങ്ങനെ ചെയ്യണം, അത് താഴത്തെ ഫ്ലോറിൽ ഒരിക്കലും ലീക്ക് വരാത്ത രീതിയിൽ അത് എങ്ങനെ ടൈൽസ് നമുക്കവിടെ ലേ ചെയ്യാം എന്ന് അതിനെപ്പറ്റിയുള്ളൊരു ചെറിയൊരു അറിവ് മാത്രമാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ ടൈൽ ലേ ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് സാധാരണ ഓപ്പൺ ടെറസിൽ ഓപ്പണായിട്ട് കിടക്കുന്നതുകൊണ്ട് അത് നമുക്ക് ബ്രാൻഡഡ് സാധനം അത് ഏതായാലും നമ്മൾ ഒരു 3 കോട്ട് വാട്ടർ പ്രൂഫ് അടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ടൈൽ ലേ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ടൈൽ ലേ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു 3mm സ്പേസർ ഗ്യാപ്പെങ്കിലും ഇട്ട് അത് എപ്പോക്സി ചെയ്യാവുന്ന രീതിയിൽ മാത്രമേ നമ്മൾ ഈ ടൈൽ ലേ ചെയ്യാൻ പാടുള്ളൂ. ഇതുപോലെ വാഷ് ബേസിൻ ഏരിയകളും ബാത്റൂം ടോയ്ലറ്റുകളൊക്കെ ഉള്ള ഏരിയകൾ കംപ്ലീറ്റ് ആ ഫിറ്റ് അകവും പുറവും നല്ല രീതിയിൽ തന്നെ വാട്ടർ പ്രൂഫ് അടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ നല്ല കമ്പനിയുടെ അഡൽസീവുകൾ ഉപയോഗിച്ച് ആ ടൈൽ ഒട്ടിക്കാൻ പാടുള്ളൂ. ഓപ്പൺ ടെറസിൽ നമ്മൾ ടൈൽ ലേ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഒരിക്കലും വാട്ടർ പ്രൂഫ് അടിക്കാതെയോ ഒരു 3mm സ്പേസർ ഗ്യാപ്പെങ്കിലും ഇടാതെ എപ്പോക്സി വർക്ക് ചെയ്യാതെ ഒരിക്കലും ടൈൽ ലേ ചെയ്യാൻ പാടുള്ളതല്ല. കാരണം അത് ലീക്ക് ഉണ്ടാകാൻ ഒരു 100% സാധ്യതയുള്ളതുകൊണ്ട് ഒരിക്കലും ഓപ്പൺ ടെറസിൽ നമ്മൾ ഇതുപോലെ ടൈലൊക്കെ ലേ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്വിമ്മിംഗ് പൂള് ഒക്കെ നമുക്കൊരു ആഗ്രഹങ്ങളാണ്. ഈ ആഗ്രഹങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് കംപ്ലൈൻറ്റുകളൊന്നും ഇല്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് നല്ല രീതിയിൽ വാട്ടർ പ്രൂഫ് അത് പിന്നെ അതുപോലെ ടൈൽ അഡൽസീവ് നല്ല കമ്പനിയുടെ ബ്രാൻഡഡ് കമ്പനിയുടെ സാധനം